കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനം അലങ്കോലപ്പെട്ടു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരമുണ്ടായതോടെ ഒരു വിഭാഗം ഇന്നും പ്രതിഷേധിച്ചു. ഔദ്യോഗിക പക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ലോക്കൽ കമ്മിറ്റിയാണ് കുലശേഖരപുരം നോർത്ത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, കൊല്ലത്ത് തുടർച്ചയായി വീണ്ടും CPMന്റെ സമ്മേളനങ്ങൾ തടസ്സപ്പെടുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരം? ഗൗതം, CPMന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. ഇതിൽ എല്ലായിടങ്ങളിലും തന്നെ ഇപ്പോൾ ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ 10 ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനങ്ങൾ കൂടേണ്ടതുണ്ട്. ഇതിൽ 3 മാത്രമാണ് കരുനാഗപ്പള്ളിയിൽ ചേരാൻ കഴിഞ്ഞത്. കരുനാഗപ്പള്ളിയിൽ എല്ലായിടത്തും തന്നെ വലിയ രീതിയിൽ വിഭാഗീയത നിലനിൽക്കുന്നു. പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പലയിടത്തും കയ്യാങ്കളി വരുത്തുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് വൈകിട്ട് മുതലാണ് കുലശേഖരം ലോക്കൽ കമ്മിറ്റിയിൽ അലങ്കോലപ്പെടാൻ തുടങ്ങിയത്. ഒരു വിഭാഗം പുതിയ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഔദ്യോഗിക പക്ഷത്തുള്ള ആളുകൾ പുതിയ നേതാക്കളെ കൊണ്ടുവരുന്നത് എതിർത്തു. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ സോമപ്രസാദ്, രാജഗോപാൽ തുടങ്ങിയവർ വേദിയിലുണ്ടായിരുന്നു. ഇവരുമായി കയർക്കുകയും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പിന്നീട് മുദ്രാവാക്യം വിളിച്ച ആളുകളെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുക്കാനെത്തിയ പ്രതിനിധികളെ പുറത്താക്കിയ ശേഷം ഇപ്പോഴും ലോക്കൽ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോഴും കമ്മിറ്റി കൂടുകയാണ്. പ്രതിഷേധിച്ചിറങ്ങിപ്പോയ പ്രതിനിധികളാണ് പുറത്ത് ബഹളം വെച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി, അതായത് ഈ സമ്മേളനങ്ങൾ മുടങ്ങിയ സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായി ജില്ലയിലെ സംസ്ഥാന കമ്മിറ്റിയിലെ ഉള്ള നേതാക്കന്മാരെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചു. മേഴ്സിക്കുട്ടിയമ്മ, സൂസൻ കൊടി, അതുപോലെ തന്നെ സോമപ്രസാദ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ സമ്മേളനങ്ങൾ പുനരാരംഭിച്ചത്. എന്നാൽ 2 സമ്മേളനങ്ങൾ ഇന്നലെ പൂർത്തീകരിച്ചുവെങ്കിൽ ഇന്ന് 3ാമത്തെ സമ്മേളനമാണ് കുലശേഖരപുരത്ത് നടക്കുന്നത്. കുലശേഖരപുരത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിലാണ് പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഉടലെടുക്കുകയും സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ അസഭ്യം പറയുകയും തുടർന്ന് അവരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഈ സമ്മേളന നഗരിക്കുള്ളിൽ നടന്നു. ഇതിനുശേഷം പ്രശ്നമുണ്ടാക്കിയ പ്രതിനിധികളെ പുറത്താക്കി സമ്മേളനം വീണ്ടും ചേരുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഗൗതം. ശരി, കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുള്ളാണ് CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.